തേടിയതല്ല ഞാൻ യേശുവേ അങ്ങേ ഞാൻ തേടി വന്നെനിക്കായി ജീവനെ നൽകിയേ. തേടിയതല്ല ഞാൻ യേശുവേ അങ്ങേ ഞാൻ തേടി വന്നെനിക്കായി ജീവനെ നൽകിയേ. കോരിയെടുത്തവനെ തോളിൽ വഹിച്ചവനെ കോരിയെടുത്തവനെ തോളിൽ വഹിച്ചവനെ പച്ചയാ പുൽപ്പുറത്തിൽ എനിക്കായേകിയോനെ പച്ചയാ പുൽപ്പുറങ്ങൾ എനിക്കായേകിയോനെ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 57 2 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ആമേൻ. ജീവിതത്തിൽ ആവശ്യമുള്ളൊരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആരെ വിളിച്ചപേക്ഷിക്കുന്നേ, ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നെന്നും ഞാൻ ആരോടാണ് എൻ്റെ വിഷയങ്ങൾ പറയുന്നെന്നും ഞാൻ നിലവിളിക്കുന്നെന്നും ഞാൻ ശരണമാക്കുന്നെന്നും എനിക്കറിയാം. ആമേൻ. അതൊരു ഭയങ്കര അറിവാണ്. ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം എത്ര വലുതാ, ആ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും. പറയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ്, ഏറ്റവും വലിയ ദൈവത്തെയാണ്, ഏക ദൈവത്തെയാണ്, സകലവും സൃഷ്ടിച്ച ദൈവത്തെയാണ്. ആ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, റൈറ്റായിട്ടുള്ള വ്യക്തിയെയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നെങ്കിൽ ആ വിഷയത്തിന് പരിഹാരമാണ്. അത് സംശയമില്ലാതെ ഞാൻ കണ്ടുമുട്ടിയ ആള് എൻ്റെ വിഷയം പരിഹരിക്കാൻ മതിയായവനാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ ഭയങ്കര ജയമാണ്. ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഉറപ്പാ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അത്യുന്നതനായ ദൈവമാണ്, ഓൾമൈറ്റി. പ്രൈസ് ഗോഡ്. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. ഞാൻ ആ വാക്ക് നിങ്ങൾക്ക് തരാനാണ് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. എൻ്റെ സകല വിഷയത്തെയും പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തെ ഞാൻ വിളിക്കുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവർ, പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ, ഈ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കട്ടെ. എനിക്ക് വേണ്ടി സകലതും അവൻ നിവർത്തിക്കും. ആമേൻ. എനിക്ക് വേണ്ടി സകലവും അവൻ നിർവഹിക്കും. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എനിക്ക് മറുപടി കിട്ടും. സകല കാര്യത്തിനും പരിഹാരം കിട്ടുന്ന ഇടത്താണ് ഞാൻ എൻ്റെ അപേക്ഷ വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഭൂമിയിൽ യേശുവിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്താണ്. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും മിസ്സാകത്തില്ല. ആമേൻ. ആ കാര്യത്തിന് ഉറപ്പായിട്ടും മറുപടി ഉണ്ടായിരിക്കും, അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. സ്തോത്രം. അതിൻ്റെ തൊട്ടും മുകളിലത്തെ വാക്ക് പറയുന്നു, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ, ആപത്തിൻ്റെ കൂടെ ഞാൻ ഒഴുകിപ്പോകുന്നവനല്ല. ആപത്തിൻ്റെ സമയത്ത് എനിക്ക് മറഞ്ഞിരിക്കാനൊരിടമുണ്ട്. പ്രശ്നങ്ങൾ നിന്നെ തകർക്കത്തില്ല, പ്രശ്നങ്ങൾ അങ്ങ് പോകും, പക്ഷെ നീ മറവിടത്തിലായിരിക്കും. ആമേൻ. പക്ഷെ അടുത്ത വാക്ക്, ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ സകല കാര്യങ്ങളും ദൈവം എനിക്ക് വേണ്ടി നിവർത്തിക്കും. ഇന്ന് ഈ തിരുവചനം പറയുമ്പോൾ
ഈ വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ സകലതും, നിങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിനും ഒരു പരിഹാരം ഉണ്ടാകാൻ പോവുക. പ്രാർത്ഥന മുടക്കണ്ട, കുറയ്ക്കണ്ട. ഒരു കാലഘട്ടങ്ങൾ അത് അപേക്ഷയാണെങ്കിൽ പിന്നത്തേതിൽ അത് സ്തോത്രമാകട്ടെ, പിന്നത്തേതിൽ അത് സ്തുതിയായി മാറട്ടെ, പിന്നത്തേതിൽ അത് ആരാധനയായി മാറട്ടെ. സ്തോത്രം. ഒറ്റ വാക്ക്, നിങ്ങളുടെ അപേക്ഷകൾ സ്തുതിക്ക് വഴിമാറുന്ന ദിവസങ്ങൾ വരുന്നു. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി അപേക്ഷിച്ചോ അത് സ്തുതിയായി മാറും. ഇസ്രായേൽ മക്കൾക്ക് ഫറവോൻ ഒരു ഭയപ്പെടുത്തുന്ന വിഷയമായിരുന്നു. അതിൽ നിന്നൊരു വിടുതൽ പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ചെങ്കടൽ കടന്നപ്പോൾ അതൊരു സ്തുതിയായി മാറി. നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം നാളെ സ്തുതിയാക്കി ദൈവം മാറ്റും. ആമേൻ. കർത്താവിനെ സ്തുതിക്കാൻ ഇപ്പോഴേ തയ്യാറായിക്കോ. ഇന്നത്തെ പ്രശ്നം ഒരു സ്തുതിയാക്കി ദൈവം മാറ്റുന്നു. യെസ്, നല്ല ഇടയൻ കൂടെയുണ്ട്. തോളിൽ വഹിക്കുന്ന കോരിയെടുക്കുന്ന ആ കർത്താവ് കൂടെയുണ്ട്. സമാധാനത്തോടെ ആയിരിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കാം. യേശുവേ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ശരണം വഹിക്കാൻ നന്ദി പറയുന്നു. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് അങ്ങ് നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് സ്വർഗത്തിൽ, കർത്താവേ, അത്യുന്നതനായ ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, ഉയർത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകൾ, അപേക്ഷകളും അങ്ങ് കേൾക്കുന്നതിന് നന്ദി പറയും. ഞങ്ങൾക്ക് വേണ്ടി അതിശയ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നവന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകലതും ഞങ്ങൾക്കായി നിർവഹിച്ച് പൂർത്തീകരിച്ച് സമാപ്തി വരുത്തുന്നവന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളെയെല്ലാം കർത്താവ് സ്തുതികളായി, സ്തോത്രങ്ങളായി, ആരാധനയാക്കി കർത്താവെ അങ്ങ് മാറ്റുന്നതിന് നന്ദി പറയും. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ വചനത്തെ നിങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. കർത്താവേ, ഈ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. എല്ലാം നിർവഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇവരുടെ ലൈഫിൽ ഒരു കാര്യവും ബ്ലോക്ക് ആകരുതേ. ഇന്നത്തെ ദിവസം ഏറ്റവും ബ്ലെസ്സിങ് ആയി ഇവർ പോട്ടെ. അനുഗ്രഹിക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ. ചെല്ലുന്നിടത്തെല്ലാം ജയമുണ്ടാകട്ടെ. ഉയർത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. God bless you. ദൈവം നിങ്ങളെല്ലാവരെയും അധികമായി ഉയർത്തട്ടെ. ശലോം.